ലോക സിനിമയിൽ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു സുവർണ ഖനിയാണ്. മാർവലിന്റെയും DC-യുടെയും ഹോളിവുഡിൽ അത് കോടികളുടെ ബിസിനസ്സാണ്. ഈ കച്ചവട തന്ത്രം മലയാള സിനിമയിലേക്ക് പറിച്ചു നട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? മലയാളത്തിൽ ജനിച്ച ഭൂരിഭാഗം രണ്ടാം ഭാഗങ്ങളും ക്രിയേറ്റീവായ ആവശ്യകതകളിൽ നിന്ന് ഉണ്ടായതല്ല, മറിച്ച് നിർമ്മാതാക്കളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒന്നാണ് മലയാളത്തിൽ ഫ്രാഞ്ചൈസികൾ. ഒരു പുതിയൊരു ബ്രാൻഡ് ഉണ്ടാക്കി അതിനെ ആൾക്കാരുടെ മനസ്സിൽ പതിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി എളുപ്പമാണ് ഓൾറെഡി മനസ്സിൽ പതിഞ്ഞ ഒരു പേര് വീണ്ടും റീബ്രാൻഡ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് നൊസ്റ്റാൾജിയ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയാം. കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട് ഒരു തലമുറയുടെ സിനിമാ ഓർമ്മകളെ മലിനമാക്കിയ ആ സീക്വൽ ദുരന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു സിനിമ എടുക്കുകയാണെങ്കിലോ ഒരു തിരക്കഥ എഴുതുകയാണെങ്കിലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോണർ എന്ന് പറയുന്നത് കോമഡിയാണ്. അതിന്റെ കാരണം അതിന് കൃത്യമായ ഒരു ടൈം ക്യാപ്സ്യൂൾ സ്വഭാവമുണ്ട്. 1991 പ്രിയദർശന്റെ കിലുക്കം, ആ ചിത്രം വിജയിച്ചത് തിരക്കഥയുടെ മാത്രം പിൻബലത്തിലല്ല, അന്നത്തെ മോഹൻലാലിന്റെയും ജഗതിയുടെയൊക്കെ സ്പോട്ടിൽ വെച്ചുള്ള ഇംപ്രോവൈസേഷനാണ് ആ കോമഡികൾ ഇന്നും നമുക്ക് ആസ്വാദ്യകരമാകുന്നത്. എന്നാൽ 2006 കിലുക്കം കിലികിലുക്കം എന്ന പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തുമ്പോൾ സംവിധായകൻ മറന്നുപോയ ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്വാഭാവികതയെ ഒരിക്കലും നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല എന്നത്. കാവ്യമാധവൻ ആ ചിത്രത്തിൽ രേവതി അനുകരിക്കാൻ ശ്രമിക്കുന്നു. അത് കാണുന്നവർക്കോ ഒരു പ്ലാസ്റ്റിക് പ്രകടനമായി ഒതുങ്ങിപ്പോയി, അല്ലേ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് തള്ളിക്കളയാനുമാകില്ല. എന്തുകൊണ്ടാന്നല്ലേ? 2014 മാന്നാർ മത്തായി സ്പീക്കിംഗ് 2 എന്ന് പറയുന്ന ചിത്രം ഇതിനൊരു ഉദാഹരണമാണ്. ആദ്യ 2 ഭാഗങ്ങളിലെയും തമാശകൾ ഒരു സിറ്റുവേഷണൽ കോമഡി ആണെങ്കിൽ ഇതിൽ അതിന്റെയൊക്കെ അനുകരണമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രങ്ങളെ വെറും ഒരു കോമാളികളാക്കി മാറ്റുകയാണ് ഈ ഒരു ചിത്രം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. അതുമാത്രമല്ല, ആ സ്ക്രിപ്റ്റിന്റെ ദാരിദ്ര്യം മറച്ചുവെക്കാനായി പഴയ പാട്ടുകളും റെഫറൻസുകളും എല്ലാം അവർ ഉപയോഗിച്ചു. ഒരു സിനിമയുടെ ഓർഗാനിക്കായ വളർച്ചയെ തടഞ്ഞു വെച്ചുകൊണ്ട് അതിനെ വെറും ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റിയതിന്റെ ഉദാഹരണങ്ങളാണ് ഇവ. അടുത്തതായി നമുക്ക് ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിലേക്ക് വരാം. 90കളിലെ കിങ്ങും കമ്മീഷണറും ഒക്കെ തിയേറ്ററിൽ തീമഴ പെയ്യിക്കാൻ ഒരു കാരണമുണ്ട്. അന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ അഴിമതികൾക്കും ജീർണതകൾക്കും എതിരെ സാധാരണക്കാരന് പറയേണ്ട വാക്കുകളാണ് നമ്മൾ സ്ക്രീനിൽ അന്ന് കണ്ടത്. സാധാരണക്കാരന് തിയേറ്ററിലിരുന്ന് കൈയടിക്കാൻ പാകത്തിൽ കൃത്യമായ രാഷ്ട്രീയ അടിയൊഴുക്കുകളുള്ള സ്ക്രിപ്റ്റ് രഞ്ജി പണിക്കർ തയ്യാറാക്കിയിരുന്നു. അത് അന്നത്തെ കാലഘട്ടത്തിന് ആവശ്യവുമായിരുന്നു. എന്നാൽ 2012 ജോസഫ് അലക്സിനെയും ഭരചന്ദ്രനെയും ഒരുമിച്ച് കിങ് ആൻഡ് ദി കമ്മീഷണർ ഉണ്ടാക്കിയപ്പോൾ ആ ചിത്രത്തിന് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ആ ചിത്രം പരാജയപ്പെട്ടത്? കേരളത്തിന്റെ രാഷ്ട്രീയവും PR വർക്കും മാറി. ഇന്ന് സിനിമയിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഇമേജ് യഥാർത്ഥ രാഷ്ട്രീയത്തിലെ PR വർക്കുകൾ പോലെ തന്നെ ആർട്ടിഫിഷ്യലാണ്. ഇന്നത്തെ സിനിമകളിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഡയലോഗിന്റെ ഘോഷയാത്രയൊന്നും നമ്മളെ അധികം ബാധിക്കുന്നതല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളോട് സംസാരിക്കുന്നതിന് പകരം വെറും മാസ് കാണിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സർസൈസായി ഈ സിനിമ ചുരുങ്ങി. അതുകൊണ്ടാണ് ഈ ചിത്രങ്ങളെ വലിയ മാസ് എന്ന് കരുതി അവർ തയ്യാറാക്കി ഒരുക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ച പല ഡയലോഗുകൾ കേട്ടും തിയേറ്ററിൽ കൂവി വിളിച്ചത്. നമ്മൾ പൊളിറ്റിക്കൽ സിനിമ എടുക്കുകയാണെങ്കിൽ അത് കാലഘട്ടത്തിനോട് അപ്ഡേറ്റ് ആകണം. അങ്ങനെ ആയില്ലെങ്കിൽ അത് വെറും ഒരു പാരഡിയായി മാറും. അതിന് ഏറ്റവും വലിയ തെളിവാണ് കിങ് ആൻഡ് ദി കമ്മീഷണർ എന്ന ചിത്രം. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമറമാൻമാരിൽ ഒരാളാണ് അമൽ നീരദ്. അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾക്ക് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയും ഉണ്ട്. 20ാം നൂറ്റാണ്ടിലെ സാഗർ ഏലിയാസ് ജാക്കിയെ അദ്ദേഹം ഒന്ന് റീലോഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവിടെ സംഭവിച്ചത് ഒരു നരേറ്റീവ് ഡിസോണൻസ്. ആദ്യ ചിത്രത്തിലെ സാഗറിന് ഒരു ഇമോഷണൽ ആർക്ക് ഉണ്ടായിരുന്നു. അധോലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായത അവിടെ വരച്ചു കാട്ടിയിരുന്നു. എന്നാൽ 2ാം ഭാഗത്തിൽ വരുമ്പോഴും ആ ഒരു ഇമോഷണൽ ആർക്ക് അവർ പൂർണ്ണമായി വെട്ടിമാറ്റി. പകരം കുറച്ച് കോസ്റ്റ്ലി കാറുകളും സ്ലോ മോഷനും സിഗരറ്റ് പുകയുന്ന നായകനെയും മാത്രം ബാക്കിയാക്കി. ഒരു സിനിമയുടെ എസ്തെറ്റിക്സ് ഒരിക്കലും നല്ല തിരക്കഥയ്ക്ക് പകരമാകില്ല. മമ്മൂട്ടിയുടെ ബൽറാം വേഴ്സസ് താരാദാസ് എന്ന് പറയുന്ന ചിത്രത്തിലും സംഭവിച്ചത് ഇതേ പിഴവാണ്. അവിടെ നഷ്ടപ്പെട്ടതും ഈ ഒരു ഇമോഷണൽ ആർക്കാണ്. പഴയ 2 കഥാപാത്രത്തെ വെച്ച് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നത് ഒരു യുണീക്ക് ഐഡിയ ആയിരുന്നു ആ സമയത്തൊക്കെ. വളരെ മികച്ചതായി ആ ഒരു ഐഡിയ പ്രോസസ് ചെയ്യാൻ IV ശശി ശ്രമിച്ചുവെങ്കിലും അതിൻ്റെ ഒരു ഇമോഷണൽ ആർക്ക് അവിടെ വർക്കാകാത്തത് കാരണമാണ് ആ ചിത്രം പരാജയപ്പെട്ടത്. നായകന്റെ താരമൂല്യത്തെ മാത്രം ആശ്രയിച്ച് സിനിമ നിർമ്മിച്ചപ്പോൾ IV ശശിക്ക് നഷ്ടമായത് തൻ്റെ തന്നെ മികച്ച 2 കഥാപാത്രങ്ങളെയാണ്. ഇവിടെ കഥയും തിരക്കഥയും പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സീക്വലുകളെല്ലാം മോശമാണോ എന്ന്? ഒരിക്കലുമല്ല. ജിത്തു ജോസഫിന്റെ ദൃശ്യം 2 അല്ലെങ്കിൽ CBI ഡയറി കുറിപ്പിന്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ എന്നിവ വിജയിക്കാൻ കാരണം അവ കഥാപാത്രങ്ങളെ പഴയ പോലെ അല്ല അവതരിപ്പിച്ചത്. ആ കഥാപാത്രങ്ങൾക്ക് സ്വാഭാവികമായൊരു വളർച്ച നൽകി.
ആദ്യ ഭാഗം ബാക്കി വെച്ച ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നതോ ഹണിബി 2 പോലുള്ള ഇൻഡസ്ട്രിയൽ ട്രാഷുകളാണ്. ആദ്യ ഭാഗം ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഓഡിയൻസ് സപ്പോർട്ട് മുതലെടുക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയെടുക്കുന്ന ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമുകളുടെ കടന്നുവരവോടെ സാറ്റലൈറ്റ് ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം ഫ്രാഞ്ചൈസി സിനിമകൾ ഇനിയും നിലവാരമില്ലാത്ത തരത്തിൽ അവർ നിർമ്മിക്കാനുള്ള സാധ്യത കാണുന്നു. ഒരു നല്ല സിനിമ അവസാനിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ പ്രേക്ഷകന്റെ ഓർമ്മകളിലേക്ക് ചേക്കേറുകയാണ്. വെറും ലാഭത്തിനായി ആ ഓർമ്മകളെ വികലമാക്കുന്നത് ഒരു സിനിമാറ്റിക് ക്രൈമാണ്. ഒരു നല്ല കഥ പറയാനില്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെ അവരുടെ വഴിക്ക് വിടുക എന്നതാണ് ഒരു നല്ല ക്രിയേറ്റർ ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി. അല്ലാതെ പഴയ വീരകഥകളിൽ പിടിച്ചു തൂങ്ങുകയല്ല വേണ്ടത്. നിങ്ങളുടെ സിനിമാ അനുഭവങ്ങളിൽ ഏറ്റവും വലിയ ചതിയായി തോന്നിയ രണ്ടാം ഭാഗം ഏതാണ്?